കഴിഞ്ഞ ഭരണകാലത്ത് AC കാറിൽ ചുറ്റിയടിച്ച് സുഖലോപിതരായി നടന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പോൾ വലിയ കഷ്ടകാലമാണ്. പിണറായി വിജിലൻസിൻ്റെ വാൾ ജേക്കബ് തോമസിന് എടുത്തു കൊടുത്തതോടെ തലങ്ങും വിലങ്ങും വേട്ടയാണ്. ഉദ്യോഗസ്ഥരെ വിജിലൻസുകാർ വളഞ്ഞിട്ട് പിടിക്കുമ്പോൾ പഴയ മന്ത്രിമാർക്കും ആകെ ഒരു ഭയപ്പാട്. അല്ല, ഉദ്യോഗസ്ഥർ കുടുങ്ങിയാൽ പിന്നാലെ ആരായിരിക്കും അടുത്തതായി കുടുങ്ങുക എന്നത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ തല മുഖ്യമന്ത്രിയുടെ ഈ തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ബോധപൂർവമായി ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ റിപ്പോർട്ട് തയ്യാറാകുന്നതിന് മുമ്പ് ആ നടപടിക്ക് മുതിർന്നതിന്റെ ഫലമായി എന്നെപ്പോലും കേൾക്കാതെ, ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ, എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാതെ എൻ്റെ വീട് സെർച്ച് ചെയ്ത നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നാണ് സാർ കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഫൈനാൻസിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ KM എബ്രഹാം തന്റെ കത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്. മിസ്റ്റർ വെട്ടിയച്ചല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിനാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. സാർ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ACS ഫൈനാൻസിന്റെ വീട് എങ്ങനെ സെർച്ച് ചെയ്യും സാർ? സാർ, ഞാനും വിജിലൻസിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയോ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ കോടതിയിൽ നിന്ന് വാറണ്ട് അനുവാദം വാങ്ങും. അത് സെർച്ച് വാറണ്ട് ഉണ്ടാകും. ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. Police party is here. Come on. Search it all things fast. Bloody nonsense, stupid. നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? സാർ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? സാധാരണ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥന്മാർ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പബ്ലിസിറ്റി മാനിയയ്ക്ക് വേണ്ടിയാണോ സാർ ഇതെല്ലാം ചെയ്യുന്നത്? നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. ഇവർക്കൊക്കെ പബ്ലിസിറ്റി മാനിയ വന്നിട്ടുണ്ടോ സാർ? ഇവർ പരസ്പരം തല്ലുന്നു. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് സാർ ഉള്ളത്? ഇവർ തമ്മിലുള്ള കിടമത്സരം കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ അവസാനിപ്പിക്കുക പരിഹാരം കാണാൻ കഴിയാതെ വരുന്നു. എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച് നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ വീട്ടിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല. ഇതിനകത്ത് വന്ന് കയറാൻ Shut up your bloody mouth. What bloody nonsense you are talking, man? I say, who are you? കേരളത്തിൽ ഒരു ഭരണസ്തംഭനം നിലനിൽക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതിനുള്ള മറുപടി മുഖ്യൻ പറയട്ടെ. അപ്പോൾ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശക്തമായ ചില നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും ഇതിനകം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് വിശദീകരണം ചോദിക്കേണ്ടി വന്നത്. ആ വിശദീകരണം ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതേസമയം ഇതിനകത്ത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അത്രത്തോളം ഞാൻ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതിലാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഹാജരായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സർ, ഇക്കാര്യങ്ങളൊന്നും ഭരണരംഗത്ത് ഒരു സ്തംഭനവും ഉണ്ടാക്കിയിട്ടില്ല. അതിനായുള്ള ഇടപെടൽ ആര് നടത്തിയാലും അതൊന്നും വില പോവുകയുമില്ല. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാൽ മതി. അങ്ങനെ ഒരു നടക്കൊന്നും വിടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ചർച്ചയിൽ ഈ കാര്യങ്ങൾ മാത്രം വന്നാൽ പോരാ എന്നാണ് മുൻ കൃഷിമന്ത്രി മുല്ലക്കരയുടെ കണ്ടെത്തൽ. ഇവിടെ തുമ്പികൾക്ക് തേൻ കുടിക്കാൻ പൂ വിരിയിക്കണമെന്നാണ് മുല്ലക്കരയുടെ അഭിപ്രായം. ഇടവേള കഴിഞ്ഞോട്ടെ. ഒരുപാട് തുമ്പികൾ തേൻ കുടിച്ചതിന്റെ ചരിത്രമെല്ലാം കേരളത്തിൽ UDF കാലത്തുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. പക്ഷേ തുമ്പി ആവശ്യത്തിനുണ്ടായിരിക്കുകയും കുടിക്കാൻ പൂവില്ലാതിരിക്കുകയും ചെയ്താൽ